നാമത്തെ കീർത്തിച്ചിടാം, യഹോവയ്ക്ക് പുതിയൊരു പാട്ടു പാടാം. അത്യുന്നത നാമത്തെ കീർത്തിച്ചിടാം, ഗംഭീര സ്വരമുള്ള കിന്നരങ്ങൾ കൊണ്ടും വിനയനാദം കൊണ്ടും അത്യുന്നതനെ സ്തുതിക്കാം. അവൻ നല്ലവനല്ലോ, സ്തുതിയെന്നും ഉള്ളത്. അവൻ നല്ലവനല്ലോ, ദയയെന്നും ഉള്ളത്. അവൻ നല്ലവനല്ലോ, സ്തുതിയെന്നും ഉള്ളത്. അവൻ നല്ലവനല്ലോ, ദയയെന്നും ഉള്ളത്. So having heard this gospel, let us reflect first on the context in which the transfiguration occurred. യേശുക്രിസ്തുവിന്റെ മറുരൂപമലയിലെ അനുഭവം സംഭവിക്കുന്നതിന്റെ പശ്ചാത്തലം നമുക്ക് വേഗത്തിൽ മനസ്സുകളിലേക്ക് കൊണ്ടുവരാം. When we hear of Jesus on the mountaintop, we are of course meant to remember Moses on Mount Sinai. യേശുക്രിസ്തുവിനെ ഈ വലിയ മലയുടെ മുകളിൽ നാം കാണുമ്പോൾ നമ്മുടെ ചിന്തകൾ മോശ സീനായി പർവ്വതത്തിലേക്ക് കയറിയതാണ് ഓർമ്മയിൽ വരുന്നത്. And throughout his gospel, Matthew is keen for us to understand Jesus in this way as the fulfillment of the law and the giver of the law. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ ന്യായപ്രമാണത്തിന്റെ പൂർത്തീകരിക്കുന്ന വ്യക്തിയായും പുതിയ നിയമവും ന്യായപ്രമാണവും നൽകുന്ന ദൈവത്തിന്റെ രക്ഷകനായുമാണ് അവതരിപ്പിക്കുന്നത്. And we hear the story of the transfiguration right after Jesus predicts his death and when he instructs those who wish to follow him that we must take up our cross and come after him. സുവിശേഷത്തിൽ നാം ഈ ഭാഗം വായിക്കുന്നത് യേശുക്രിസ്തു തന്റെ കഷ്ടാനുഭവവും മരണവും അതിനെപ്പറ്റി സൂചന നൽകുന്നതിന് ശേഷമായി നാം പ്രത്യേകമായി അവിടെയാണ് സുവിശേഷകൻ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. After the transfiguration occurs, Jesus will turn southwards towards Jerusalem and to his passion. മറുരൂപമലയിലെ തേജസ്കരണത്തിന്റെ അനുഭവത്തിന് ശേഷം യേശുക്രിസ്തു ഉടൻ തന്നെ യെരുശലേമിലേക്ക് തന്റെ പീഠാനുഭവത്തിനായും മരണത്തിനായുമുള്ള യാത്ര ആരംഭിക്കുകയാണ്. So the transfiguration of Jesus happens at a point in his life and ministry where it is very difficult for him and for his disciples. യേശുക്രിസ്തുവിനും തന്റെ ശിഷ്യന്മാർക്കും അവരുടെ ജീവിതത്തിൽ ഏറ്റവും കഠിനമായ ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് ഈ തേജസ്കരണത്തിന്റെ മറുരൂപമലയുടെ അനുഭവം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. It is important to remember this context as we think about the meaning of the transfiguration for our own lives as Christian people. യേശുക്രിസ്തുവിന്റെ മറുരൂപമലയുടെ അനുഭവം ക്രൈസ്തവ വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ ജീവിതവുമായി താരതമ്യം ചെയ്ത് നാം ചിന്തിക്കുമ്പോൾ ഈ പ്രത്യേകമായ പശ്ചാത്തലം നമ്മുടെ ഹൃദയങ്ങളിൽ സൂക്ഷിക്കേണ്ടത് ഏറെ അത്യന്താപേക്ഷിതമാണ്. So we ask a question today: what does the account of the transfiguration teach us first about the scriptures and how we are to understand them as we read them together? യേശുക്രിസ്തുവിന്റെ തേജസ്കരണത്തെ പറ്റി നാം ഇപ്പോൾ വായിക്കുമ്പോൾ അത് തിരുവചനത്തെ സംബന്ധിച്ചും തിരുവചനം നമ്മുടെ ജീവിതവുമായി ഇടപെടുന്നതിനെ സംബന്ധിച്ചും എന്താണ് ഈ സംഭവം നമ്മോട് പറയുന്നത്? In the account of the transfiguration that we have just read, Jesus appears with Moses and Elijah. They are the testimony that the Messiah was foretold by the scriptures and is the fulfillment of the scriptures. മറുരൂപമലയിൽ യേശുക്രിസ്തു മോശയോടും ഏലിയാവിനോടും കൂടെ നിൽക്കുമ്പോൾ ഈ മോശയും ഏലിയാവും ന്യായപ്രമാണത്തിൽ പറഞ്ഞിട്ടുള്ള പ്രവാചകന്മാർ സൂചിപ്പിച്ചിട്ടുള്ള രക്ഷകനാണ്, മെശിഹയാണ് യേശുക്രിസ്തു എന്ന് ഉറപ്പിച്ച് പ്രസ്താവിക്കുകയാണ്. Moses and Elijah represent the law and the prophets in this passage, and with Moses and Elijah, Jesus is now placed in glory. ഈ പ്രത്യേക വേദഭാഗത്ത് മോശയും ഏലിയാവും പഴയ നിയമത്തിലെ ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും സൂചിപ്പിക്കുകയും യേശുക്രിസ്തു അവരോടൊപ്പം
തേജസ്കരിക്കപ്പെടുന്നു എന്ന് നാം പ്രത്യേകമായി കാണുകയും ചെയ്യുന്നു. And so here we have a clue, we have a key of how we are to understand who Jesus is and how we are to read the scriptures in light of his teaching. യേശുക്രിസ്തു ആരെന്നും എങ്ങനെയുള്ളവനെന്നും തിരുവെഴുത്തുകൾ എന്തു പറയുന്നുവെന്നും തിരിച്ചറിയേണ്ടുന്നതും യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ എന്താണെന്നും തിരിച്ചറിയേണ്ട പ്രത്യേകമായ സാഹചര്യമാണ്, അതിനുള്ള പശ്ചാത്തലമാണ് ഈ തേജസ്കരണം നമുക്ക് നൽകുന്നത്. The presence of Moses and Elijah on the Mount of the Transfiguration remind us that Jesus has taught us that the greatest commandments of all are to love the Lord our God and our neighbors as ourselves. മറുരൂപമലയിലെ മോശയുടെയും ഏലിയാവിൻ്റെയും യേശുവിനോടൊപ്പമുള്ള സാന്നിധ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഏറ്റവും ന്യായപ്രമാണത്തിൻ്റെ ഏറ്റവും വലിയ കൽപ്പന, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണമെന്നും നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ളതുമാണ്. On these two great commandments depend all the law and the prophets. ഈ രണ്ട് കൽപ്പനകളിലാണ് ന്യായപ്രമാണവും പ്രവാചകന്മാരും സമ്പൂർണമായി ഉൾച്ചേർന്നിരിക്കുന്നത് എന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. At the Transfiguration, Moses and Elijah complete this teaching of the great commandments. മറുരൂപമലയിലെ അനുഭവത്തിൽ മോശയും എലിയാവും ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും അതിൻ്റെ ആകത്തുകയായ ഈ രണ്ട് കൽപ്പനകളാണ് വീണ്ടും യേശുവിനോടൊപ്പം നിന്ന് ഉറപ്പിക്കുന്നത്. And show us that Jesus is at the heart of the law and the prophets. ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും അന്തസത്ത എന്ന് പറയുന്നത് യേശുക്രിസ്തു തന്നെ എന്ന് മോശയുടെയും എലിയാവിൻ്റെയും മറുരൂപമലയിലെ സാന്നിധ്യം നമുക്ക് വെളിവാക്കി തരുന്നു. So in the vision of Jesus with Moses and Elijah, we are given the truth of the completeness of the scriptures. തിരുവചനത്തിൻ്റെ ഒരു പൂർണ്ണതയും പൂർത്തീകരണവുമാണ് മറുരൂപമലയിൽ മോശയുടെയും എലിയാവിൻ്റെയും സാന്നിധ്യത്തിലൂടെ നമ്മെ ദൈവം മനസ്സിലാക്കി തരുന്നത്. When Peter says, "Lord, it is good for us to be here. If you wish, I will make 3 dwellings here, one for you, one for Moses, and one for Elijah," we often dismiss Peter as foolish and inappropriate. പത്രോസ് യേശുവിനോട് ഇപ്രകാരമാണ് പറയുന്നത്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്, നിനക്ക് സമ്മതമെങ്കിൽ ഞാനിവിടെ 3 കുടിലുണ്ടാക്കാം, ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. പലപ്പോഴും പത്രോസിൻ്റെ ഈ വാക്കുകളെ ഒരുപക്ഷെ ആ സന്ദർഭത്തിൽ ഏറെ അനുചിതമായാണ് നാം മനസ്സിലാക്കാറും പഠിപ്പിക്കാറുമുള്ളത്. It is very common for preachers to accuse Peter of wanting to stay on the mountaintop and not return to the valley where there is real life and real mission and real work to do. താഴ്വരയിലുള്ള യഥാർത്ഥത്തെ ദൗത്യവും അവിടെയുള്ള പ്രതിസന്ധികളുമൊക്കെ അവഗണിച്ച് യേശുവിനോടൊപ്പം പ്രത്യേകമായ മറുരൂപമലയുടെ സന്തോഷത്തിൽ, തേജസ്കരണത്തിൻ്റെ സന്തോഷത്തിൽ അവിടെ മാത്രം നിലകൊള്ളുവാനാണ് പത്രോസ് താല്പര്യപ്പെടുന്നതെന്ന് പലപ്പോഴും നമ്മുടെ പ്രസംഗങ്ങളിൽ പത്രോസിനെ നാം കുറ്റം പറയാറുണ്ട്. But perhaps the problem lies elsewhere. എന്നാൽ ഒരുപക്ഷെ യഥാർത്ഥ പ്രശ്നം മറ്റൊന്നായിരിക്കാം. Perhaps, as best he can, Peter is trying to venerate, to safeguard the law and the prophets. പത്രോസിനെ തന്നാലാവുന്ന രീതിയിൽ ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും സൂക്ഷിക്കുവാൻ, സംരക്ഷിക്കുവാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ കാണുന്നത്. In this way, Peter is just like us. ഈ ഒരു പ്രവർത്തന രീതിയിൽ പത്രോസ് ഇന്ന് നമ്മെ പോലെ തന്നെയാണ്. Because this is the challenge that all of us face. നമ്മുടെ ജീവിതത്തിലും വിശ്വാസത്തിലും നാം നിരന്തരം അനുഭവിക്കുന്ന നമ്മുടെ പരീക്ഷയും വെല്ലുവിളിയും ഇത് തന്നെയാണ്. We too can have the tendency to keep our faith and our understanding of God safe and protected. നമ്മുടെ വിശ്വാസവും ദൈവത്തെ പറ്റിയുള്ള നമ്മുടെ ധാരണകളും അത് സുരക്ഷിതമായി, അതിന് യാതൊരു പ്രശ്നവും കോട്ടവും തട്ടാതെ പരിരക്ഷിക്കുവാൻ നാം നിരന്തരം ശ്രദ്ധാലുക്കളാണ്. Without allowing Jesus and the faith to challenge and transform our patterns of believing and acting. നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ പ്രവർത്തന രീതികളെയും യേശുക്രിസ്തുവിലുള്ള വിശ്വാസം അത് വെല്ലുവിളിക്കുവാനും രൂപാന്തരപ്പെടുത്തുവാനും അനുവദിക്കാതിരിക്കുന്നത്
അതിനുവേണ്ടിയാണ് പലപ്പോഴും നമുക്ക് താല്പര്യം. So that we can continue to be changed and formed more and more into Jesus' likeness throughout our lives by the teaching of the scriptures. ഈ തിരുവചനത്തിന്റെ ധ്യാനത്തിലൂടെ വായനയിലൂടെ നമ്മുടെ ജീവിതങ്ങളും നമ്മുടെ ജീവിത രീതികളും നിരന്തരമായി രൂപാന്തരപ്പെടേണ്ടതാണ് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. We can see the danger of placing our religious faith and our own understandings in a neat little tent or box when we think of the story of the rich man and Lazarus. ധനവാന്റെയും ലാസറിന്റെയും ഉപമയിൽ കൂടെ നാം മനസ്സിലാക്കുന്നത് നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ ജീവിതത്തെയും ഒക്കെയും രണ്ട് വ്യത്യസ്തമായ അനുഭവങ്ങളിൽ മാറ്റി സ്ഥാപിക്കുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കും എന്നുള്ളത് തന്നെയാണ്. We read this story in the 16th chapter of the Gospel of St. Luke. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലാണ് ധനവാന്റെയും ലാസറിന്റെയും ഉപമ നാം വായിക്കുന്നത്. You remember the story. ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. The poor man is outside Lazarus's house and he longs for just the scraps that fall from the rich man's table. And when the rich man and Lazarus die, the rich man goes to Hades and Lazarus goes to Abraham's bosom. പടിവാതിലിന് പുറത്താണ് ദരിദ്രനായ ലാസർ കിടക്കുന്നത്. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ ഭക്ഷിച്ചാണ് ഈ ലാസറിന്റെ ജീവിതം. അവസാനം രണ്ടുപേരും മരിച്ച് അവരുടെ ഈ ലോകത്തിലെ ജീവിതം അവസാനിച്ച് മറ്റേ ലോകത്തിലേക്ക് അവർ യാത്രയാകുകയാണ്. And we see the rich man begging Father Abraham to send Lazarus back from the dead to warn his brothers so that they do not come to the same place of torment. താൻ അനുഭവിക്കുന്ന യാതനാ സ്ഥലത്തേക്ക് തൻ്റെ സഹോദരന്മാർ വന്നു ചേരരുതേ എന്ന് പറയുവാൻ തക്കവണ്ണം ലാസറിനെ അവരുടെ അടുക്കൽ അയക്കണമെന്ന് യജമാനന്റെ അടുക്കൽ അബ്രഹാം പിതാവിന്റെ അടുക്കൽ ഇതാ ഈ ധനവാൻ അഭ്യർത്ഥിക്കുന്നു. Like us, the rich man knew the law and the prophets. നമ്മെ പോലെ ഈ ധനവാനായ മനുഷ്യനും തിരുവചനം, ന്യായപ്രമാണവും പ്രവാചകന്മാരെയും വളരെ ഭംഗിയായി അറിയാമായിരുന്നു. But he had put them here and not allowed them to change his heart. എന്നാൽ തൻ്റെ ജീവിതത്തെയും ജീവിതാനുഭവങ്ങളെയും വെല്ലുവിളിക്കുവാനും രൂപാന്തരപ്പെടുത്തുവാനും ഒരിക്കലും ഈ ധനവാനായ മനുഷ്യൻ ഈ ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും അഥവാ തിരുവചനത്തെയും അനുവദിച്ചില്ല. During his life he had not allowed himself to be challenged and changed by the scriptures that he knew. താൻ അറിഞ്ഞിരുന്ന ദൈവവചനം തൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ഒരിക്കലും ഈ ധനവാനായ മനുഷ്യൻ അനുവദിച്ചിരുന്നില്ല. And he had walled himself off and separated himself from those that he could have helped by fulfilling the law and the prophets. ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുവാനുള്ള തിരുവചനത്തിൻ്റെ എല്ലാ ദർശനങ്ങളെയും വിസ്മരിച്ചുകൊണ്ട് തൻ്റെതായ ലോകത്തിൽ സുരക്ഷിത വലയത്തിൽ താൻ സങ്കുചിതമായ ജീവിതാനുഭവത്തിൽ തുടരുവാൻ ഈ ധനവാൻ ശ്രമിച്ചു. And Father Abraham tells the rich man, "Your brothers have Moses and the prophets. They should listen to them." അബ്രഹാം ധനവാനോട് പറയുകയാണ്, നിന്റെ സഹോദരന്മാർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ. അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്കു കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. And he said, "No, Father Abraham, but if someone comes to them from the dead, they will repent." അതിനവനല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നുവെങ്കിൽ അവർ മനസാന്തരപ്പെടുമെന്ന് പറഞ്ഞു. And Father Abraham quite rightly tells them, അബ്രഹാം വളരെ കൃത്യമായി വളരെ ശരിയായി കാര്യം പറയുകയാണ്. if they do not listen to Moses and the prophets, neither will they be convinced, even if someone rises from the dead. അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. Do we simply read the Bible stories that we know so well contentedly, quietly? നമുക്ക് ചിരപരിചിതമായ വേദപുസ്തക കഥകൾ നാം വീണ്ടും വീണ്ടും വായിക്കുകയും അതിൽ കൂടെ ഒരു സ്വയ സംതൃപ്തി നേടുകയും ചെയ്യുക മാത്രമാണോ? Or are we ready to open ourselves, to allow ourselves to be challenged by the same law and the prophets that Jesus was teaching and expounding? അതോ യേശുക്രിസ്തു പഠിപ്പിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്ത തിരുവചനത്തെ, ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാനും രൂപാന്തരപ്പെടുത്തുവാനും നാം അനുവദിക്കുക ചെയ്യുന്നുണ്ടോ?
For although we see Moses and Elijah at the Transfiguration, they were in fact with Jesus throughout his teaching ministry as the basis of all that he taught. യേശുക്രിസ്തുവിനോടൊപ്പം യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിലും ഉപദേശത്തിലും ആദ്യവസാനം മോശയും പ്രവാചകന്മാരും ഉണ്ടായിരുന്നു. യേശുവിന്റെ ഉപദേശത്തിന്റെ അടിസ്ഥാനം മോശയും പ്രവാചകന്മാരും ആയിരുന്നു. We all come face to face with this reality. നമ്മുടെ ജീവിതത്തിൽ ഈ യാഥാർത്ഥ്യത്തോട് നാം മുഖാമുഖം വരാറുണ്ട്. It happened to me once when I was a parish priest. ഞാനൊരു ഇടവക പട്ടക്കാരനായിരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. An organization came to us at the church and asked us if we could accommodate a group of homeless women in our church for 2 months. 2 മാസക്കാലത്തേക്ക് ഭവനരഹിതരായ ചില സ്ത്രീകളെ ഞങ്ങളുടെ ദൈവാലയത്തിൽ അവരെ ഒന്ന് താമസിക്കാൻ അനുവദിക്കുമോ എന്ന ഒരു സംഘടന ഞങ്ങളോട് അഭ്യർത്ഥിച്ചു. Their shelter was being rebuilt and they had nowhere to go. അവർ താമസിച്ചിരുന്ന വീടുകളൊക്കെയും അത് പുനർനിർമ്മാണത്തിലായിരുന്നു. മറ്റൊരു സ്ഥലവും അവർക്കുണ്ടായിരുന്നില്ല. It was summertime and we were not otherwise using those buildings for anything. വേനൽക്കാലമായിരുന്നതിനാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവാലയത്തിലെ ചില ഭാഗങ്ങൾ മറ്റ് യാതൊരു ഉപയോഗവുമില്ലായിരുന്നു. When we discussed this at the meeting of the vestry, which is the board that oversees the business of the parish, ഞങ്ങളുടെ ഇടവകയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന സമിതിയിൽ ഇക്കാര്യം ആലോചിച്ചപ്പോൾ there was a lively conversation വളരെ സജീവമായ ഒരു ചർച്ചയുളവായി. and a great deal of concern about important things. വളരെ പ്രധാനമായ പല കാര്യങ്ങളെ പറ്റിയും എല്ലാവരും സംസാരിച്ചു. We talked about having homeless people wandering the corridors of the church buildings at night. ഭവനരഹിതരായ ആളുകൾ ദൈവാലയത്തിന്റെ ഇടനാഴികളിൽ കൂടെ രാത്രികാലങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിന്റെ പ്രശ്നങ്ങളെ പറ്റി ഞങ്ങൾ ചർച്ച ചെയ്തു. All of the things that executive committees are supposed to talk about. ഈ കാര്യങ്ങളെല്ലാമാണ് കൈസ്ഥാന സമിതികൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. And my vestry was acting completely properly in their responsibility. എൻ്റെ ഇടവകയുടെ സമിതി ഇത് ഏറ്റവും ഉത്തരവാദിത്തത്തോടെ ആണ് ഈ കാര്യങ്ങളൊക്കെയും ചർച്ച ചെയ്തത് തന്നെ. But then we realized that we were not fulfilling the spirit of the law and the prophets as Jesus had taught us. കർത്താവ് പഠിപ്പിച്ചതുപോലെ തിരുവചനത്തിന്റെ സാരസത്യമല്ല ഞങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നതെന്നും തീരുമാനിക്കുന്നതും ഞങ്ങൾ തിരിച്ചറിഞ്ഞു. As we discussed this, and while we realized that our buildings are important, ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ കെട്ടിടങ്ങളൊക്കെ വളരെയധികം പ്രധാനപ്പെട്ടത് തന്നെയാണ്. we realized that they are important not for themselves alone, എന്നാൽ അവ കെട്ടിടങ്ങളായി മാത്രം അതിനുവേണ്ടി മാത്രമല്ല അവരുടെ പ്രാധാന്യം എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. They were important to us insofar as they enable us to fulfill Jesus' commandments to love our neighbor as ourselves. നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നുള്ള യേശുക്രിസ്തുവിന്റെ കൽപ്പന അനുസരിക്കുന്നതിലൂടെ ഒരുപക്ഷെ അതിനു വേണ്ടിയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഈ കെട്ടിടങ്ങളൊക്കെ ഉള്ളത് എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. And to shelter the homeless. അങ്ങനെ ഞങ്ങളുടെ ഈ ദൈവാലയത്തിന്റെയും മറ്റ് അനുബന്ധ കെട്ടിടങ്ങളും ഭവനരഹിതരായവർക്ക് തുറന്നു കൊടുക്കുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ ലക്ഷ്യം അത് നേടുന്നത് എന്ന് തിരിച്ചറിയാൻ സാധിച്ചു. When the vestry realized this, it was, as the scriptures say, like the scales falling from their eyes. അവളുടെ കണ്ണുകളിൽ നിന്ന് മൂടുപടം മാറിയതുപോലെയായിരുന്നു ഞങ്ങൾക്ക് ഈ പുതിയ തിരിച്ചറിവ് ഞങ്ങളുടെ കൈസ്ഥാന സമിതിക്ക് ഉണ്ടായത്. We found a way to overcome all the obstacles. ഞങ്ങളുടെ മുൻപിലുണ്ടായിരുന്ന ഈ തീരുമാനം കൈക്കൊള്ളുന്നതിന് ഞങ്ങളുടെ മുൻപിലായിരുന്ന എല്ലാ തടസ്സങ്ങളെയും മറികടക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുകയുണ്ടായി. We found a way to continue to be good stewards of our buildings. ഞങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ആ കെട്ടിടത്തിന്റെയും സ്ഥലത്തിന്റെയും ഒക്കെ നല്ല കാര്യവിചാരകന്മാരായിരിക്കുവാൻ ഞങ്ങൾക്ക് ആ തീരുമാനത്തിലൂടെ സാധിക്കുകയുണ്ടായി. And we also found a way to house the homeless women not for one summer but for 2. എന്നാൽ ഞങ്ങളുടെ കെട്ടിടത്തിന്റെ പ്രാധാന്യം നഷ്ടപ്പെടുത്താതെ തന്നെ ഭവനരഹിതരായവർക്ക് അത് തുറന്നു കൊടുക്കുവാനും അവർക്ക് അഭയമാകുവാനും ഞങ്ങൾക്ക് 1 വർഷമല്ല 2 വർഷം അത് ചെയ്യുവാനും സാധിക്കുകയുണ്ടായി. And so we hoped and prayed that we were fulfilling the true spirit of the scriptures as Jesus was teaching us. യേശുക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ തിരുവചനത്തിന്റെ യഥാർത്ഥമായ സാരം തിരിച്ചറിയുവാനും അതനുസരിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും ഞങ്ങൾക്ക് സാധിക്കുകയുണ്ടായി. So the transfiguration of Jesus is a challenge to all of us.
ഈ യേശുക്രിസ്തുവിന്റെ തേജസ്കരണത്തിന്റെ അനുഭവം നമുക്ക് എല്ലാവർക്കും മുൻപിലുള്ള ഒരു വലിയൊരു വെല്ലുവിളി തന്നെയാണ്. To hear the scriptures afresh. തിരുവചനത്തെ പുതുമയോടെ വ്യത്യസ്തമായി കേൾക്കുവാൻ, ശ്രദ്ധിക്കുവാൻ. Just as Jesus was trying to get us to hear the scriptures afresh throughout his ministry. തന്റെ ശുശ്രൂഷയിൽ ആകമാനം ഉടനീളം തിരുവചനത്തെ വ്യത്യസ്തമായും പുതുക്കത്തോടെയും ശ്രദ്ധിക്കുവാൻ യേശു പഠിപ്പിച്ചതുപോലെ ശ്രദ്ധിക്കുവാൻ നമുക്ക് സാധിക്കണം. The appearance of Moses and Elijah on the Mount of the Transfiguration is therefore an affirmation of Jesus' whole ministry of teaching. യേശുക്രിസ്തുവിന്റെ ഉപദേശത്തിന്റെയും പരസ്യ ശുശ്രൂഷയുടെയും ഒരു വലിയ ഉറപ്പാണ്. അതിനെ ഉറപ്പിക്കുന്നതും സാക്ഷ്യം വഹിക്കുന്നതുമാണ്. അതിന്റെ പൂർണ്ണതയെപ്പറ്റിയും സമ്പൂർണ്ണതയെപ്പറ്റിയും ഉറപ്പ് നൽകുന്നതാണ് മറുരൂപമലയിൽ മോശയുടെയും എലിയാവിന്റെയും സാന്നിധ്യം. The story of Jesus' transfiguration is therefore a powerful reminder to us. ഇന്ന് നമ്മോടുള്ള അതിശക്തമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് യേശുക്രിസ്തുവിന്റെ തേജസ്കരണത്തിന്റെ അനുഭവം. That we come to a deeper knowledge of the God who loves us. നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തെ പറ്റിയുള്ള ആഴമായ അറിവിലേക്ക് അത് നമ്മെ നയിക്കുന്നു. In the scriptures themselves. ഈ തിരുവചനത്തിലൂടെ തന്നെ ദൈവസ്നേഹത്തിന്റെയും ദൈവ ഉണ്മയുടെയും ആഴം നാം തിരിച്ചറിയുകയാണ്. Our churches love the scriptures deeply and they have shaped our life and faith. നമ്മുടെ സഭകളൊക്കെയും തിരുവചനത്തെ ആഴമായി സ്നേഹിക്കുന്നുണ്ട്. നമ്മുടെ സഭാ ജീവിതത്തെ തിരുവചനത്തിന്റെ വായനയും മനനവും നിശ്ചയമായും രൂപപ്പെടുത്തുന്നുമുണ്ട്. And we know that in reading and meditating on the scriptures, especially in community with other believers, we learn more deeply what God is like. We experience God's love and power to save, and we are provoked to the service of our fellow human beings. മറ്റ് ക്രിസ്തു വിശ്വാസികളോട് ചേർന്ന് ദൈവത്തിന്റെ തിരുവചനം വായിക്കുകയും മനനം ചെയ്യുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ സ്വഭാവം അധികമായി തിരിച്ചറിയുകയും ആ ദൈവത്തിന്റെ സ്വഭാവം അധികമായി തിരിച്ചറിയുമ്പോൾ നമ്മുടെ സഹജീവിതകളോടും നാം ആയിരിക്കുന്ന സമൂഹത്തോടുമുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങളും കടമകളും ഏറെ ശ്രദ്ധയോടെ നിർവഹിക്കുവാൻ അത് നമ്മെ ശക്തീകരിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. So as we think about the transfiguration and what it teaches us about the scriptures, we also think about the transfiguration and what it teaches us about worship. മറുരൂപമലയിലെ അനുഭവം അത് തിരുവചനത്തെ പറ്റി നമ്മെ പഠിപ്പിക്കുന്നത് പോലെ തന്നെ ആരാധനയെ പറ്റിയും നമ്മോട് ചില കാര്യങ്ങൾ സമ്മതിക്കുന്നുണ്ട്. As the transfiguration anchors us in the whole of the scriptures, so this scene of Jesus transfigured on the mount is obviously also one of worship. യേശുക്രിസ്തുവിന്റെ മഹത്വീകരണത്തിന്റെ ഈ നിമിഷങ്ങൾ തിരുവചനത്തിന്റെ ആകത്തുകയുടെ ഒരു പ്രതിഫലനമാകുന്നത് പോലെ തന്നെ അത് ആരാധനയുടെയും ഏറെ പ്രത്യേകമായ ഒരു അനുഭവമാണെന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. The transfiguration teaches us that our worship transcends time and eternity and brings us to a kind of spiritual mountaintop where earth and heaven are united. യേശുക്രിസ്തുവിന്റെ മറുരൂപമലയിലെ അനുഭവം സമയത്തെയും കാലത്തെയും നിത്യതയും തന്നെ അതിജീവിച്ച് നിൽക്കുന്നതും അങ്ങനെ പ്രത്യേകമായ നിലയിൽ ദൈവിക സാന്നിധ്യത്തിന്റെ ഉന്നതമായ അനുഭവത്തിലേക്ക് നമ്മെ ആനയിക്കുന്നതുമത്രേ. In this passage we read that Jesus' face shone like the sun and his clothes became dazzling white. ഈ വേദഭാഗത്ത് നാം വായിക്കുന്നു യേശുവിന്റെ മുഖം സൂര്യനെ പോലെ ശോഭിക്കുകയും അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായിത്തീരുകയും ചെയ്യുന്നുവെന്ന്. And we hear that a bright cloud overshadowed him. തേജസ്സുള്ള ഒരു മേഘം അവരെ മൂടുന്നതായി നാം ഇവിടെ വായിക്കുന്നു. This is the unmistakable language of worship. ഇത് ആരാധനയുടെ ഏറ്റവും ശ്രദ്ധേയമായ അർത്ഥശങ്കയില്ലാത്ത ഭാഷ്യമാണ് നാം ഇവിടെ വായിക്കുന്നത്. And the presence of God. ദൈവ സാന്നിധ്യത്തിന്റെ ഉദാത്തമായ അനുഭവമാണ് നാം ഈ വാക്കുകളിൽ കൂടെ ഈ പ്രതീകങ്ങൾ കൂടെ അനുഭവിച്ചറിയുന്നത്. Here we have the strongest affirmation of the presence of God that surrounds us and embraces us. നമ്മുടെ ജീവിതങ്ങളെ ചൂഴ്ന്നു നിൽക്കുന്ന, നമ്മുടെ ജീവിതങ്ങളെ പൊതിഞ്ഞു നിൽക്കുന്ന ദൈവ സ്നേഹത്തിന്റെയും ദൈവ സാന്നിധ്യത്തിന്റെയും ഒരു വലിയ പ്രതീകമാണ് നാം ഈ വേദഭാഗത്ത് ഈ മേഘത്തിലൂടെയും ഈ പ്രകാശത്തിലൂടെയും തിരിച്ചറിയുന്നത്. The bright, dazzling light is nothing less than the radiance of the uncreated light of God.
സൂര്യനെ പോലെയുള്ള യഥാർത്ഥ വെളിച്ചത്തിൻ്റെ സ്വച്ഛ വെളിച്ചത്തിൻ്റെ ശോഭ എന്നത് സൃഷ്ടിക്ക് മുൻപുള്ള സൃഷ്ടിയെ കവിഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ സ്വച്ഛമായ സൃഷ്ടിക്കപ്പുറത്തുള്ള ആ വലിയ പ്രകാശം തന്നെയാണ്. This is the light that is an essential part of the being of God himself. ദൈവത്തിൻ്റെ ഉണ്മയുടെ ഭാഗമായിരിക്കുന്ന വലിയ മഹത്വത്തിൻ്റെ പ്രകാശമാണ് നാം ഈ വേദഭാഗത്ത് കാണുന്നത്. Just as there is in God uncreated love that unites the Trinity and flows from the Trinity to all creation. ദൈവത്തിൻ്റെതായ ദൈവിക സ്നേഹത്തിൻ്റെ ഉദാത്ത ഭാവം അത് ത്രിത്വത്തിലെ പരസ്പര ബന്ധത്തിൽ നാം കാണുന്നതും ആ ത്രിത്വത്തിലെ ബന്ധത്തിലൂടെ കവിഞ്ഞൊഴുകി നമ്മുടെ ജീവിതങ്ങളിലേക്കും ലോകത്തിലേക്കും പകർന്നൊഴുകുന്ന അനുഭവം പോലെ തന്നെയാണ് ഈ പ്രകാശവും. And as I have already said, the time of the event of the transfiguration happens at a very hard time in Jesus' own life and ministry. യേശുക്രിസ്തുവിന്റെ തന്നെ ശുശ്രൂഷയുടെയും ജീവിതത്തിന്റെയും ഏറെ കഠിനമായ അനുഭവത്തിലാണ് ഈ തേജസ്കരണത്തിന്റെ സംഭവം ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. So we take some consolation that God will come to us even in our own desperate seasons to console us, encourage us and care for us. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും നിരാശാഭരിതമായ അനുഭവങ്ങളിൽ ഈ കർത്താവിന്റെ സാന്നിധ്യം നമ്മോട് ചേർന്ന് നിൽക്കുകയും അതിശയകരമായി തന്നോടൊപ്പം മുൻപോട്ട് നമ്മെ നയിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് പ്രത്യേകമായി ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. Jesus says, "Do not be afraid." കർത്താവ് നമ്മോട് പറയുകയാണ്, ഭയപ്പെടേണ്ട. So we can bring to our worship all our fears, all our concerns, as well as all our joys and hopes. നമുക്ക് നമ്മുടെ ആരാധനയിലേക്ക്, പ്രാർത്ഥനാനുഭവങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തിന്റെ വലിയ നൊമ്പരങ്ങളും ദുഃഖങ്ങളും നിരാശകളും അതോടൊപ്പം നമ്മുടെ സന്തോഷവും പ്രത്യാശയും ചേർത്ത് വയ്ക്കാം. And in the worship that the transfiguration teaches us to offer. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ ഈ തേജസ്കരണത്തിന്റെ അനുഭവം, ആ പ്രാർത്ഥനാനുഭവങ്ങളെ ദൈവത്തോട് ചേർന്ന് എങ്ങനെ രൂപാന്തരപ്പെടുത്താൻ സാധിക്കും എന്നതും നമുക്ക് മനസ്സിലാക്കാം, തിരിച്ചറിയാം. We can offer all our fears and concerns to Jesus, who gives us the grace to live so that we will not be confined by those fears and concerns, but be able to come to a new trust and confidence in God's promises to us. എന്നാൽ കർത്താവിന്റെ സന്നിധിയിലേക്ക്, ആരാധനയിലേക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഭയങ്ങളെയും പ്രയാസങ്ങളെയും നാം പങ്കുവയ്ക്കുമ്പോൾ ഈ ഭയങ്ങൾക്കുള്ളിൽ ഒരിക്കലും തളച്ചിടപ്പെടാതെ കർത്താവിന്റെ ദിവ്യമായ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവിനോട് ചേർന്ന് ഒരു ജയജീവിതം നയിക്കുവാൻ, മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ഈ തേജസ്കരത്തിന്റെ അനുഭവം നമ്മെയും ഇന്ന് ശക്തീകരിക്കുകയാണ്. മാരാമൺ കൺവെൻഷൻ ഒരു അനുഗ്രഹപൂർണമായ ഒരു വേദിയാണ്. എല്ലാവർക്കും, ലോകത്തുള്ള എല്ലാവർക്കും, കേരളത്തിലല്ല, എല്ലാ ആളുകൾക്കും കണ്ടുമുട്ടാനും അന്യോന്യം പഴയ സുഹൃത്ത് ബന്ധവും പുഴുക്കാനും ഉള്ള ഒരു വേദിയാണ്. അതുകൂടാതെ നല്ല ആത്മീയരുടെ വചനം കേൾപ്പാൻ തക്കവണ്ണം ദൈവം സഹായിക്കുന്നു. എന്നും വന്ന് പങ്കുകൂടുവാൻ ദൈവം സഹായിച്ചു, ആരോഗ്യം തന്നു, ബലം തന്നു. ആ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം.